പി.വി. അൻവർ എം.എൽ.എ, അതായത് തോറ്റ എം.എൽ.എ, ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് രംഗത്തേക്ക് വരികയാണ്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ ചില പൊതു പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളുമായിട്ട് ഇനി അങ്ങോട്ട് ഇരുന്നാൽ പോരാ, അത് വിഭജിക്കണം. ജനസംഖ്യ കൂടി. അപ്പോൾ കളക്ടറുടെ പരിധിയിൽ കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. ചെറിയ ജില്ലയ്ക്കും വലിയ ജില്ലയ്ക്കും എല്ലാം ഒരു കളക്ടർ എങ്ങനെ ഭരിച്ചുകൊണ്ട് പോകും? 8 ലക്ഷം ജനങ്ങളുള്ള വയനാട് ജില്ലയ്ക്ക് ഒരു കളക്ടർ, 51 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറം ജില്ലയ്ക്ക് ഒരു കളക്ടർ. എങ്ങനെ മുമ്പോട്ട് പോകും? ഇത് മനസ്സിലാക്കിയിട്ടാണ് പി.വി. അൻവർ ഇപ്പോൾ ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകൾ വിഭജിക്കണം. ഇതിലെ മലപ്പുറം ജില്ലയുടെ കാര്യം വളരെ മുന്നേ തന്നെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നതാണ്. 2026 UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ല വിഭജിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവർക്ക് എത്ര ജില്ല വേണമോ അത്രയും ജില്ല കോൺഗ്രസ് കൊടുക്കുകയും ചെയ്യും. കാരണം കോൺഗ്രസ് ഈ മുസ്ലിം ലീഗിൻ്റെ മുന്നിൽ മുട്ടിൽ കിടന്ന് ഇഴയുകയാണ് ചെയ്യുന്നത്. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അടുക്കൽ പോകുമ്പോൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അൻവർ മുസ്ലിം വിഭാഗ ഏരിയയിൽ ജില്ല വിഭജിക്കണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പോലുള്ള ഇടത്തെയും പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയും വിഭജിക്കണമെന്ന് ഏറെക്കാലമായിട്ട് ആവശ്യം ഉയരുന്നുണ്ട്. നെയ്യാറ്റിൻകര, കാട്ടാക്കട പ്രദേശങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു മലയോര ജില്ല അനിവാര്യമാണ് എന്ന് ആ പ്രദേശങ്ങളിലെ പൗരസമിതി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു നെയ്യാറ്റിൻകര ജില്ല എന്നുള്ള രീതിയിലായിരിക്കും അത് രൂപം കൊള്ളുന്നത്. അപ്പോൾ അൻവർ നോക്കിയപ്പോൾ ഇത് തന്നെ പറ്റിയ അവസരം. എല്ലാവർക്കും കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു തുല്യ പ്രാധാന്യത്തോടു കൂടി സമീപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ ഈ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള വലിയ ജില്ലകളൊക്കെ വിഭജിക്കണം. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ 19 ജില്ലകൾ ഉണ്ടായിരുന്ന ഇടത്ത് ഇപ്പോൾ 39 ജില്ലകളുണ്ട്. 1989-ൽ 19 ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ 39ആയി. ഹരിയാനയിലാണെങ്കിൽ 12 ഉണ്ടായിരുന്നത് 22ആയി. നടക്കാത്തത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ്. അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനം കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളെക്കാൾ ജനം മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട്. അപ്പോൾ പ്രധാനം മലപ്പുറം ജില്ല തന്നെയാണ് വിഭജിക്കണം എന്നുള്ളതാണ്. മലപ്പുറം ജില്ല വിഭജിച്ചുകൊണ്ട് തിരൂർ ആസ്ഥാനമാക്കി ഒരു ജില്ല വരണമെന്നുള്ള ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ടും നാളുകളായി. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അൻവറിൻ്റെ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ അൻവർ ചോദിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവെന്നുള്ള രീതിയിലാണ് അൻവറിൻ്റെ ഈ ചോദ്യം വന്നിരിക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഇനിയും UDFിൽ പ്രവേശിക്കണം. അത് ലീഗ് തന്നെ അതിനകത്ത് മുൻകൈ എടുത്ത് അൻവറിനെ UDFിലെ ഘടകകക്ഷിയാക്കി മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും തൃണമൂൽ കോൺഗ്രസ്, ബംഗാളിൽ മാത്രമായിട്ട് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഘടകം ഇനി കേരളത്തിലും അങ്ങനെ എത്തുന്നു എന്ന് സാരം. അവർ ഭരണത്തിലും കയറും. പി.വി. അൻവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യും. ബേപ്പൂരിൽ നിന്ന് മത്സരിക്കുമെന്നാണ് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് മരുമകൻ്റെ മണ്ഡലത്തിൽ നിന്ന് മരുമകനെ എതിരിടാൻ വേണ്ടിയിട്ടായിരിക്കും തൻ്റെ അടുത്ത ദൗത്യമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ജില്ലാ വിഭജനത്തിൻ്റെ കാര്യത്തിൽ ജില്ല വിഭജിക്കുന്നതൊക്കെ തന്നെ നല്ലതിനാണ്. പക്ഷേ മലപ്പുറത്തിന് വേണ്ടി മറ്റ് ജില്ലകളെ കൂടി അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ആയിക്കൊള്ളട്ടെ, അക്കൂട്ടത്തിൽ മറ്റു പലതും നടക്കട്ടെ. പക്ഷേ ഇവിടെ ലീഗിൻ്റെ ഈ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും
UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വഴങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള അപകടവും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കേൾക്കുന്ന പ്രധാന പരാതി മുസ്ലിം ലീഗിന് അമിത പ്രാധാന്യം കൊടുക്കുന്നു, അവർക്ക് അമിത പ്രീണനം ആണ് നൽകുന്നത് എന്ന്. ഇപ്പം 2011 തന്നെ നമുക്കറിയാം, 5ാം മന്ത്രിസ്ഥാനം വലിയ വിവാദമുണ്ടാക്കിയതാണ്. 2026 അധികാരത്തിൽ വരുമ്പോൾ ഇവര് 5ാം മന്ത്രിയല്ല 6ാം മന്ത്രിയും ചോദിക്കും, കൂടാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ചോദിക്കും. അതാണ് അവരുടെ നോട്ടം എന്ന് പറയുന്നത്. അവർ കൂടുതൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ചില സീറ്റുകൾ ചിലയിടങ്ങളിൽ വിട്ടുകൊടുക്കാൻ തന്നെ അവർ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ സീറ്റ് കെ മുരളീധരന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ അല്ലെങ്കിൽ മറ്റ് തിരുവമ്പാടിയിൽ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ട് ജോസ് കെ മാണി വരികയാണെന്നുണ്ടെങ്കിൽ. പകരം പക്ഷേ അവർ ചോദിക്കുന്നതൊക്കെ തന്നെ ഒന്നുകൂടി ഇവർക്ക് സുരക്ഷിതമായ ഇടം തന്നെയായിരിക്കും. വടക്കൻ കേരളത്തിൽ നമുക്കറിയാം, മലപ്പുറമായാലും കോഴിക്കോടും ഒക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലാതെ ഒരു പാർട്ടിക്കാർക്കും ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് UDFിലുള്ളത്. അത് ലീഗ് എവിടെ നിൽക്കുന്നുവോ അവിടെ. ഇപ്പോൾ LDFിലേക്ക് വരികയാണെങ്കിൽ ലീഗിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ അവിടുത്തെ നേതാക്കന്മാർക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സാഹചര്യമാണ്. അത് ശരിയായിട്ടുള്ളതാണ്, അവരുടെ കോട്ടയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് സീറ്റ് വിഭജനത്തിൽ കൂടുതൽ സീറ്റ് ചോദിക്കുകയും ചെയ്യും. PV അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവറൊക്കെ ബാർഗെയിനിങ്ങിൽ സമർത്ഥനാണ്. മുസ്ലിം ലീഗും ബാർഗെയിനിങ്ങിൽ പിന്നിലല്ലല്ലോ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടി UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ അവസാനം കോൺഗ്രസിൻ്റെ കയ്യിൽ ഒന്നും കാണാതായി. ബാർഗെയിനിങ് നടന്നുകൊണ്ടേയിരിക്കും. ചുമ്മാതല്ല, വെള്ളാപ്പള്ളി നടേശൻ UDFിനെയും VD സതീശിനെയും വിരട്ടി നിർത്തുന്നത്. ആ വിരട്ടലിനെതിരെയും PV അൻവർ രംഗത്ത് വന്നിട്ടുണ്ട്. VD സതീശനെ വിരട്ടാൻ തക്കവണ്ണം എന്താണ് ഇദ്ദേഹത്തിന് വെള്ളാപ്പള്ളിക്കുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. കുമാരനാശാന്റെ കസേരയിൽ ഇരിക്കുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ ചങ്ങലക്കിടുമെന്നാണ് നമ്മുടെ PV അൻവർ പറയുന്നത്. അപ്പോൾ അൻവർ ഇനിയും വൈകാതെ കണിച്ചുകുളങ്ങരയിലേക്ക് ചെല്ലും ചങ്ങലയുമായിട്ട്, ഈ വെള്ളാപ്പള്ളി നടേശനെ ചങ്ങലക്കിടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ അൻവറിനെ ഏറെക്കാലം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ ഇപ്പോഴും മുറ്റത്ത് നിർത്തിയത് ആരാണ്? വീട്ടിനുള്ളിൽ കയറ്റാതെ VD സതീശൻ തന്നെയാണ്. ആ VD സതീശൻ ഇപ്പോൾ ഒരു രക്ഷകനായിട്ടാണ് PV അൻവറും എത്തിയിരിക്കുന്നത്. അപ്പം അൻവർ ജില്ലാ വിഭജനത്തിൻ്റെ പേരിലും സതീശൻ്റെ രക്ഷകനുമായിട്ട് അടുത്ത കളി ആരംഭിച്ചിരിക്കുകയാണ്.